ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ബ്രഹ്മചര്യത്തെക്കുറിച്ചാണ്. ഒരു നിയന്ത്രണവുമില്ലാത്ത മനസ്സിനെ ജയിക്കുന്നത് വിഷത്തെ ജയിക്കുന്നത് പോലെ തന്നെയാണ്. ഇങ്ങനെയുള്ള മനസ്സിൻ്റെ കടിഞ്ഞാൺ ഇടാൻ കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് വിജയിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശക്തിയും ബലവും ബലഹീനതയും സ്വയം തിരിച്ചറിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ നമ്മൾ എത്തേണ്ടിടത്ത് എത്തിയിരിക്കും. എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്നും സ്വയം അതിജീവിക്കാൻ പഠിക്കണം. ശുദ്ധമായ ചിന്തകൾ സദാ സർവ്വതാ കൊണ്ടു നടക്കണം. നിങ്ങൾ ഒരു പക്ഷേ ആലോചിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ടാണ് പണ്ടുള്ള ഋഷിമാരും പേരുകേട്ട ശാസ്ത്രജ്ഞന്മാരും ഈ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? ബ്രഹ്മചര്യവ്രതം സാധാരണ ദുർബലന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് കൊണ്ടു നടക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ബ്രഹ്മചര്യത്തിൻ്റെ വ്രതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ശരിയായി അറിയുന്നവർ അത് അനുഷ്ഠിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തികൾ ഒരുപാടുണ്ട്. ഫോൺ വീഡിയോ കാണുന്നത് ഒരു പരിധിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ അത് വളരെയേറെ അധികം ദോഷമാണ് എന്നുള്ളത് നമ്മുടെ അന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ അതിൽ വേണ്ടത്ര കോൺസെൻട്രേഷൻ ഇല്ലാതെ പോകുന്നത് ബ്രഹ്മചര്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. ആളുകളെ ഫേസ് ചെയ്യാനും ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുമുള്ള കോൺഫിഡൻസ് കുറയുന്നു. നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നു. അതിന് കാരണം അവർക്ക് റാഷണൽ തിങ്കിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ബ്രഹ്മചര്യവ്രതം 6 മാസമെങ്കിലും പാലിച്ചു നോക്കിയിട്ട് അത് പറ്റിയില്ലെങ്കിൽ നമുക്കത് മാറ്റാവുന്നതാണ്. ശരിയായ രീതിയിൽ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒന്നാമത്തെ കാര്യം, അയാളുടെ മുഖത്ത് എന്തെന്നില്ലാത്ത തേജസ് ഉണ്ടായിരിക്കും. സെക്സ്, ഫുഡ്, സോഷ്യൽ മീഡിയ, സ്ഥാനം,